നാലാം വർഷവും തുടർച്ചയായി കൊട്ടിയൂർ തീർത്ഥാടകർക്ക് അന്നദാനവും വിശ്രമ കേന്ദ്രവും ഒരുക്കി ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി, IRPC എന്നിവയുടെ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റികൾ. ചിറ്റാരിപ്പറമ്പ് പൂവത്തിൻകീഴിലാണ് അന്നദാന കേന്ദ്രം. നൂറുകണക്കിന് തീർത്ഥാടകരാണ് ദിനംപ്രതി ഇവിടെയെത്തി ഭക്ഷണം കഴിച്ച് മടങ്ങുന്നത്. ഈ മാസം 1 മുതലാണ് കൊട്ടിയൂർ തീർത്ഥാടകർക്കായി പൂവത്തിൻകീഴിൽ അന്നദാന വിശ്രമ കേന്ദ്രം ആരംഭിച്ചത്. പ്രഭാത ഭക്ഷണവും വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവുമാണ് തീർത്ഥാടകർക്കായി നൽകുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ 50ഓളം വളണ്ടിയർമാരാണ് കർമ്മനിരതരായി കേന്ദ്രത്തിലുള്ളത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ഉൾപ്പെടെയുള്ള 1000-ൽ പരം തീർത്ഥാടകരാണ് ദിനംപ്രതി ഇവിടെയെത്തി ഭക്ഷണം കഴിച്ച് മടങ്ങുന്നത്. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ ക്ഷേത്രങ്ങളും കാവുകളും ചേർന്നിട്ടുള്ള ഒരു കോർഡിനേഷനാണ് ടെമ്പിൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം സാന്ത്വന പരിചരണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന IRPC എന്ന സംഘടന അതുകൂടി ചേർന്ന ഒരു സംവിധാനമാണ് ഞങ്ങളുടെ ഈ ഭക്ഷണ വിശ്രമ കേന്ദ്രം. കൊട്ടിയൂരിലേക്ക് പോകുന്ന ഭക്തന്മാർക്ക് കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ ഈ കേന്ദ്രം ഇവിടെ നടത്തിക്കൊണ്ടുവരികയാണ്. ജൂൺ മാസം 1-ാം തീയതി ആരംഭിച്ച് 21-ാം തീയതി വരെ നടത്താനാണ് ആലോചിച്ചിട്ടുള്ളത്. രാവിലെ പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട്. ഉച്ചക്ക് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണമാണ് ഇപ്പോൾ നൽകി വരുന്നത്. ഞങ്ങൾ 50ഓളം ആളുകൾ വളണ്ടിയർമാർ ദിവസേന പ്രവർത്തനത്തിനായി ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അത് നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുണ്ട്, സന്നദ്ധ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം ചേർന്ന് ഈ പ്രവർത്തനത്തെ വളരെ സജീവമാക്കുന്നു. 5 മണിക്ക് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ആണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. സ്വാദിഷ്ടമായ ഭക്ഷണത്തിനൊപ്പം കലാപരിപാടികളും ഇവിടെ എത്തുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട്. IRPCയുടെ നേതൃത്വത്തിൽ രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ പരിശോധിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രം ഈ മാസം 21 വരെ പ്രവർത്തിക്കും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.